മന്ത്രി MP രാജേഷിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയത് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ UDF? ഇല്ല, അത് വിജയിക്കില്ല, അത് പാളിപ്പോവും. ഇപ്പം മറ്റൊരു മന്ത്രിക്കെതിരെ, ഇപ്പം മിനിസ്റ്റർ വി ശിവൻകുട്ടിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയാൽ പാളിപ്പോവും. പക്ഷെ അവിടെ പിണറായി വിജയനെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പിണറായി വിരുദ്ധ വികാരത്തെ കൂടി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്നുള്ള സ്വഭാവത്തിൽ തന്നെയാണ് ഈ ക്യാമ്പയിൻ നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതായത് നേരത്തെ ചെയ്തു പറഞ്ഞില്ലേ, ഇപ്പൊ CPIM പ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്നു. അത് വാസ്തവമാണ്. കാരണം സാധാരണ CPIM പ്രവർത്തകരാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവ സാന്നിധ്യമായി കാണാത്ത ഒരു കൂട്ടർ. ഈ അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവമൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പ്രസൻസ് വളരെ ഇതാണ്. നമ്മളത് ചർച്ച ചെയ്യിക്ക് എടുത്തതുമാണ്. മുഖ്യമന്ത്രിയുടെ പേജ് വളരെ ആക്റ്റീവ് ആയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന തരത്തിൽ കണ്ടുപിടിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് അത് ചെയ്യുന്നതല്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ പേജ് ആ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനെ സ്വാഭാവികമായും CPIM പ്രവർത്തകരും അണികളും എല്ലാം ആ മട്ടിൽ തന്നെ ഏറ്റെടുക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള കൗതുകകരമായ കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു എന്നുള്ള പ്രതീതി ഉള്ളത്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എപ്പോഴും ഈ CPIMന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മുമ്പൊക്കെ ടെലിവിഷൻ ചർച്ചകൾക്ക് ആരും പോവില്ല, നേതാക്കന്മാർ പോവില്ല. കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങനെ പോയി പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു രീതി. സംഘടനാ രീതി വെച്ചിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പൊതുവേദിയിൽ അങ്ങനെ പോയി ഇങ്ങനെയുള്ള ഒരു സ്പേസിൽ പോയിരുന്ന് പറയാനേ പാടില്ല എന്നുള്ള ചിന്ത കൊണ്ട് കാലങ്ങളോളം ടെലിവിഷൻ ചർച്ചയിൽ പോകാതിരുന്നിട്ടുണ്ട്. പിന്നീടാണ് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തത്. വൈകിയാണ് ടെലിവിഷൻ ചർച്ചയിലേക്ക് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടപെടലിൽ ഏറ്റവും പിന്നിൽ അങ്ങനെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒടുവിലെത്തിയിട്ടുള്ളത് CPIM ആണ്. അപ്പോൾ അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPIM മാത്രമല്ല കേട്ടോ, DYFIയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. DYFIയുടെ പേജൊക്കെ നിർജ്ജീവമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കുറച്ച് ജീവൻ. അതിൽ ആദ്യം സത്യത്തിൽ അത് ദേശീയ തലത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ട്വിറ്റർ അക്കൗണ്ട് രാഹുൽ ഗാന്ധിക്കാണോ നരേന്ദ്രമോദിക്കാണോ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിക്കാണ്. ചെറുപ്പക്കാരനാണ് എന്ന് കോൺഗ്രസ്സുകാർ ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ട്വിറ്ററൊക്കെ തുടങ്ങിയത് എന്താണ് അതിന് ശേഷമാണ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനുശേഷമാണ് ലെഫ്റ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് തുടങ്ങുന്നത്. ആ രീതി പുതിയ സങ്കേതങ്ങളുടെ കാലത്ത് അത് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലെഫ്റ്റ് പക്ഷേ സത്യത്തിൽ പണ്ടൊക്കെ എല്ലാ പ്രചാരണോപാധികളും വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നവരാണ്. കാരണം കഥകളി മുതൽ ഇങ്ങോട്ട് സിനിമ, നാടകം വരെ എല്ലാം പ്രയോജനപ്പെടുത്തുകയും അതുവഴിയുള്ള പ്രചാരണങ്ങളെല്ലാം നടത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ആ കൺവെൻഷണൽ റൂട്ടിൽ നിന്ന് അവർക്ക് മാറാൻ കുറേ കാലമെടുത്തു. അതുകൊണ്ടായിരിക്കും ഇപ്പം മുഖ്യമന്ത്രിയുടെ പേജൊക്കെ കുറച്ച് ആക്റ്റീവായി കാണുന്നത് എന്ന് വേണം കരുതാൻ.